ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോൺലെസ്. നമ്മൾ എസ് സി ആർ ടി സീരീസിൽ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി 9th ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ആദ്യം തന്നെ ബയോളജി ടെക്സ്റ്റ് ബുക്കാണ്. സോ ബയോളജി നമുക്ക് 9th 10th ബയോളജി എന്നാണ് ഒരുപാട് മിക്കവാറും PSC എക്സാമുകളിൽ പ്രധാനപ്പെട്ട സോഴ്സാണ് 9th-ലെയും 10th-ലെയും ഒക്കെ ബയോളജി ടെക്സ്റ്റ് ബുക്കുകൾ. സോ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ ചാപ്റ്ററും പഠിക്കുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറച്ചുകൂടി പ്രാധാന്യം നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ അത് 9th ആൻഡ് 10th-ലെ ടെക്സ്റ്റ് ബുക്കുകൾക്ക് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. സോ ഫസ്റ്റ് ചാപ്റ്റർ ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ. സോ ഒരു ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്നതിന്റെ സൈക്ലിക് ആയിട്ട് റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പോവാം. സോ നമ്മൾ സസ്യങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് അഥവാ ഗ്ലൂക്കോസ് അത് ജന്തുക്കളിലേക്ക് എത്തുന്നു. ജന്തുക്കൾ അതിനെ ആഹാരമാക്കുന്നു. ദെൻ അവിടെ നിന്ന് അവര് ശ്വസിക്കുന്നു. അവരുടെ ശ്വസനത്തിന്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലെത്തുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ അവരുടെ ഫോട്ടോസിന്തസിന് വേണ്ടി ഉപയോഗിക്കുന്നു. ദെൻ ഇവരും ശ്വസിക്കുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു ഫാക്റ്റ് ആണ്, സസ്യങ്ങൾ ശ്വസിക്കുന്നത് എന്ത് തന്നെയാണ്? ഓക്സിജൻ തന്നെയാണ്. ഇപ്പൊ ഏത് ജീവജാലങ്ങളായാലും അവയെല്ലാം ശ്വസിക്കുന്നത് ഓക്സിജൻ ആണ്. എന്നാൽ സസ്യങ്ങൾ എപ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നത്? പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിന്റെ സമയത്താണ് അവര് കാർബൺ ഡൈ ഓക്സൈഡിനെ ഉപയോഗിക്കുന്നതും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത്. സോ ഇലയിലെ വർണ്ണങ്ങൾ നമ്മൾ ഇതിന് മുമ്പുള്ള ചാപ്റ്ററുകളിൽ നമ്മുടെ ലീവ്സിൽ ഒരു പ്ലാന്റിൽ കാണുന്ന പ്രധാനപ്പെട്ട പിഗ്മെന്റ്സ് വർണ്ണകങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചിരുന്നു. അതിലൊന്നായിരുന്നു ഹരിതകം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹരിതകത്തിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറിന്റെ അനാലിസിസ് ആണ് ഇനി പറയാൻ പോകുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ സസ്യകോശം. സോ ഇവിടെ ഏറ്റവും ബേസിക് ഒരു സസ്യം അല്ലെങ്കിൽ ഒരു ഇല, ആ ഇലയിൽ ആസ്യരന്ധ്രങ്ങളുണ്ട്. ഈ ആസ്യരന്ധ്രങ്ങൾ നമ്മൾ ക്രോസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ സസ്യകോശങ്ങളെ കാണാൻ പറ്റും. ആ സസ്യകോശങ്ങളുടെ അകത്ത് നമ്മൾ ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ അതിനുള്ളിൽ എന്തുണ്ട്? ഹരിതകണം കാണും. അപ്പൊ ഈ ഹരിതകണത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണുള്ളത്? ഒരു ഇരട്ടപ്പാളിയുള്ള ഒരു സ്ഥലം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഡബിൾ മെംബ്രെയിൻ ആണ് ഹരിതകണത്തിനുള്ളത്. ദെൻ അതിനുള്ളിൽ സ്ട്രോമ എന്ന് പറയുന്ന ഒരു ദ്രാവക ഭാഗമുണ്ട്. അപ്പം ഹരിതകണത്തിൽ കാണപ്പെടുന്ന ദ്രാവകമാണെന്ത്? സ്ട്രോമ. നമ്മൾ ജ്യൂസ് അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള സാധനം നമ്മൾ സ്ട്രോ ഉപയോഗിച്ചല്ലേ കുടിക്കുക. അപ്പൊ അങ്ങനെ ഒരു കണക്ട് ചെയ്ത് അങ്ങോട്ട് സ്ട്രോമയും ഗ്രാനയും തമ്മിൽ നിങ്ങൾ മാറിപ്പോകാണ്ടിരിക്കാൻ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. സ്ട്രോമ എന്താണ്? ദ്രാവക ഭാഗമാണ്. ഗ്രാന എന്താണ്? സ്തരസഞ്ചികളുടെ അടുക്ക്. ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ള ഒരു കോയിൻ അടുക്കിയ പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്ത്? ഗ്രാന എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിതകണങ്ങളിലാണ്. സോ ഫോട്ടോസിന്തസിസ് നമ്മൾ പറഞ്ഞു. നമ്മൾ ബേസിക് ആയിട്ട് പറയുമ്പോൾ ഇലകളിലാണെങ്കിൽ പോലും ഇലകളിൽ എവിടെയാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഹരിതകണങ്ങളിലാണ് നടക്കുന്നത്. ഇലകളിൽ മാത്രമല്ല, എവിടെയൊക്കെ ഹരിതകണങ്ങളുണ്ടോ അവിടെ എല്ലാം പ്രകാശ സംശ്ലേഷണം നടക്കുന്നു. നമ്മൾ ഇതുവരെ ജനറലി പഠിച്ചു വെച്ചത് ഇലകളിലാണ് എന്നാണ്. എന്നാൽ ഇലകളിലാണ് കൂടുതൽ നടക്കുക. എന്നാൽ ഹരിതകണം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. ഹരിതകണത്തിലെ ഗ്രാനകളിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത്. സോ ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഹരിതകണത്തിലെ തന്നെ ഗ്രാന, ഈ അടുക്കി വെച്ചിരിക്കുന്ന പോലുള്ള ഭാഗമാണ് ഗ്രാന. ഗ്രാനയിലാണ് എന്ത് കാണപ്പെടുന്നത്? പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത്. ഹരിതകം A അതായത് ക്ലോറോഫിൽ A, ദെൻ ഹരിതകം B, കരോട്ടിൻ, സാന്തോഫിൽ എന്നീ വർണ്ണകങ്ങളാണ് ഗ്രാനയിലുള്ളത്. സോ ഗ്രാനയിലുള്ളത് എന്തൊക്കെയാണ്? ഹരിതകം A, ഹരിതകം B, കരോട്ടിൻ, സാന്തോഫിൽ. ഈ വർണ്ണകങ്ങൾക്കെല്ലാം പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുണ്ട്. അപ്പൊ ഗ്രാനയിൽ കാണപ്പെടുന്ന ഈ പിഗ്മെന്റ്സിനൊക്കെ എന്തിനുള്ള കഴിവുണ്ട്? പ്രകാശത്തെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്നാൽ ഹരിതകം Aക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇവയ്ക്ക് എല്ലാവർക്കും ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ കഴിയും. എന്നാൽ നേരിട്ട് പങ്കെടുക്കാൻ ആർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ? അത് ക്ലോറോഫിൽ Aക്ക് മാത്രമേ സാധിക്കൂ. മറ്റു വർണ്ണകങ്ങൾ പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകം Aയിലേക്ക് കൈമാറുന്നു. അപ്പൊ ഇവർ ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുക ചെയ്യുന്നത്. അതിനാൽ ഇവയെ സഹായക വർണ്ണങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ആരൊക്കെയാണ് സഹായക വർണ്ണങ്ങൾ? ഹരിതകം B, കരോട്ടിൻ, സാന്തോഫിൽ. കാരണം ഇവയ്ക്കൊക്കെ നേരിട്ട് പങ്കെടുക്കാൻ കഴിയില്ല. അപ്പൊ ഇവര് ആഗിരണം ചെയ്ത ലൈറ്റും കൂടി ആർക്ക് കൊടുക്കും? ഹരിതകം Aക്ക് കൊടുക്കും. കാരണം ഹരിതകം Aക്ക് ഡയറക്ട്ലി പങ്കെടുക്കാനുള്ള കഴിവുണ്ട്.
ഇനി ഈ ഒരു പ്രകാശ സംശ്ലേഷണ രസതന്ത്രം എന്ന രീതിയിൽ അതിൻ്റെ ഒരു എന്താണ് അവിടെ നടക്കുന്ന കെമിക്കൽ പ്രോസസ്സ് എന്നുള്ളത് വളരെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. ഇത് ഹരിതഗണത്തിൽ നമ്മൾ പറഞ്ഞു 2 പാർട്ട് ഉണ്ട്, ഗ്രാനയുണ്ട്, സ്ട്രോമയുണ്ട്. ഈ ഗ്രാനയിൽ വെച്ചാണ് പ്രകാശഘട്ടം നടക്കുന്നത്, സ്ട്രോമയിലാണ് ഇരുണ്ട ഘട്ടം. സോ കൺഫ്യൂസ്ഡ് ആവാണ്ടിരിക്കുക, ഗ്രാനയിൽ പ്രകാശഘട്ടവും സ്ട്രോമയിൽ ഇരുണ്ട ഘട്ടവുമാണ് നടക്കുന്നത്. എന്താണ് പ്രകാശഘട്ടം? പേര് പോലെ തന്നെ പ്രകാശം ഉപയോഗിക്കുന്ന ഘട്ടമാണ് പ്രകാശഘട്ടം. ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു, ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുന്നു. നമുക്കറിയാം ജലം എന്ന് പറഞ്ഞാൽ എന്താണ്? H2O ആണ്. അത് വിഘടിക്കുമ്പോൾ ഹൈഡ്രജനും ഉണ്ടാവുന്നുണ്ട്, ഓക്സിജനും ഉണ്ടാവുന്നുണ്ട്. ഈ ഹൈഡ്രജൻ എങ്ങോട്ട് പോകുന്നു? ഇവിടെ ഉണ്ടാവുന്ന ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് പോകുന്നു. അതുപോലെ ജലം വിഘടിച്ചിട്ടുണ്ടാകുന്ന ഓക്സിജൻ എങ്ങോട്ട് പോകുന്നു? ഇതാണ് പുറന്തള്ളപ്പെടുന്നത്. പ്രകാശോർജം രാസോർജമാക്കി ATPയിൽ സംഭരിക്കുന്നു. അപ്പൊ നമുക്കറിയാം ഫോട്ടോസിന്തസിൽ നമുക്ക് പ്രകാശത്തെ ആഗിരണം ചെയ്യുന്നുണ്ട്. ഈ ആഗിരണം ചെയ്യപ്പെടുന്ന പ്രകാശോർജത്തെ എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർട്ട് ചെയ്യുന്നത്. എന്താക്കി? രാസോർജമാക്കി കൺവേർട്ട് ചെയ്യുന്നു. ഏത് രൂപത്തിൽ? ATPയുടെ രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. നെക്സ്റ്റ് ഘട്ടമാണ് ഇരുണ്ട ഘട്ടം. അതെവിടെയാണ് നടക്കുക? സ്ട്രോമയിലാണ് ഇരുണ്ട ഘട്ടം. എന്തുകൊണ്ടാണ് ഈ ഒരു പേരിൽ അറിയപ്പെടാനുള്ള കാരണം? പ്രകാശം ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇതിനെ ഇരുണ്ട ഘട്ടം എന്ന് വിളിക്കാനുള്ള കാരണം. ATPയിലെ ഊർജ്ജം ഉപയോഗിച്ച് ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഇവിടെ ഓൾറെഡി നമ്മൾ പ്രകാശഘട്ടത്തിൽ സംഭരിച്ച് വെച്ചിട്ടുള്ള ATP ഉണ്ട്. ഇത് ഉപയോഗിച്ച് കുറച്ച് മുമ്പ് ആ സ്ട്രോമയിൽ എത്തിയ ഹൈഡ്രജന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പ്രകാശഘട്ടത്തിൽ ഉണ്ടായ ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഹൈഡ്രജനും നമ്മൾ അബ്സോർബ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയും കൂടി ചേർത്തിട്ട് എന്തായി മാറ്റുന്നു? ഗ്ലൂക്കോസ് ആവുന്നു. അപ്പോൾ ഹൈഡ്രജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഘട്ടം ഏതാണ്? ഇരുണ്ട ഘട്ടമാണ്. സോ മറ്റൊരു കാര്യം നോക്കിയിരിക്കുക, പ്രകാശഘട്ടത്തിന്റെ തുടർച്ചയായാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത്. ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത് മെൽവിൻ കാൽവിൻ എന്ന ശാസ്ത്രജ്ഞനാണ്. അതിനാൽ ഇത് കാൽവിൻ ചക്രം അഥവാ കാൽവിൻ സൈക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. സോ ഈ ഒരു കാൽവിൻ സൈക്കിൾ കണ്ടുപിടിച്ചതിന്റെ പേരിൽ ഇദ്ദേഹത്തിന് 1961 നൊബേലൊക്കെ ലഭിച്ചിട്ടുണ്ട്. സോ എന്താ പറയുന്നത്? പ്രകാശഘട്ടം കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇരുണ്ട ഘട്ടം. ഈ ഇരുണ്ട ഘട്ടത്തിനെ മാത്രമായിട്ട് ഒരു സൈക്കിളിക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ഒരു സൈക്കിളാണ് കാൽവിൻ സൈക്കിൾ. ഊർജ നാണയങ്ങൾ. ജീവകോശങ്ങളിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടക്കണമെങ്കിൽ ഊർജ്ജ ലഭ്യത ഉറപ്പാക്കേണ്ടതുണ്ട്. അതായത് നമുക്ക് ഏതൊരു മെറ്റബോളിക് ആക്ടിവിറ്റീസ്, നമ്മുടെ ബോഡിയിലെ എല്ലാ ചെറിയ ആക്ടിവിറ്റീസിനും നമുക്ക് എന്താവശ്യമുണ്ട്? ഊർജം ആവശ്യമുണ്ട്. ഊർജത്തിന് നിരന്തര കൈമാറത്തിന് ഉപയോഗിക്കുന്ന തന്മാത്രയാണ് ATP അഥവാ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. സോ ഈ ഊർജം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് എന്തിന്റെ രൂപത്തിലാണ്? ATPയുടെ രൂപത്തിലാണ്. ATPയുടെ ഫുൾ ഫോം ആണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ATP തന്മാത്ര വിഘടിച്ച് ADPയും ഫോസ്ഫേറ്റുമായി മാറുമ്പോൾ സ്വതന്ത്രമാകുന്ന ഊർജം ഉപയോഗിച്ചാണ് ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പൊ ഈ ATP സ്പ്ലിറ്റ് ആയിട്ട് എന്തൊക്കെയായിട്ട് മാറും? ADP ആൻഡ് ഫോസ്ഫേറ്റ്. എന്താണ് ADP? അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആണ്. അപ്പൊ ട്രൈഫോസ്ഫേറ്റിൽ ഒരു ഫോസ്ഫേറ്റും ആയിട്ട് ഡൈഫോസ്ഫേറ്റും ആയിട്ട് മാറും. ADP ഊർജം സംഭരിച്ച് വീണ്ടും ATP ആയി തീരുന്നു. ഇങ്ങനെ ഊർജ വിനിമയം നടത്തുന്നത് കൊണ്ട് ATP കോശത്തിന്റെ ഊർജ നാണയം എന്നറിയപ്പെടുന്നു. അപ്പൊ കോശത്തിന്റെ ഊർജ നാണയം എന്നറിയപ്പെടുന്നത് ATP ആണ്. കാരണം അറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നാണയം പോലെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ATP ആണ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് നമുക്ക് ഗ്ലൂക്കോസ് ഉണ്ടായ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് ഈ ഗ്ലൂക്കോസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കാം. അപ്പൊ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമാവുന്നു. ദെൻ അതിനുശേഷം അന്നജം എന്തായി മാറുന്നു? സൂക്രോസ് ആയിട്ട് സംഭരിക്കുന്നു. ഇനി ചില സസ്യങ്ങളിൽ, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കരിമ്പില് സൂക്രോസ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്യപ്പെടുന്നു. എന്നാൽ മറ്റു ചിലതിൽ ഈ സൂക്രോസിന് മറ്റ് മാറ്റങ്ങൾ ഉണ്ടാവുകയും വേറെ പല ഫോമിലായിരിക്കും ഇതിനെ സ്റ്റോർ ചെയ്യപ്പെടുക. അപ്പൊ സൂക്രോസ് എന്ന രൂപത്തിൽ സ്റ്റോർ ചെയ്യുന്ന ഏതിലാണ്? കരിമ്പിലാണ്. ദെൻ അന്നജ രൂപത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഏത് സസ്യത്തിന് എക്സാമ്പിൾ എന്താണ്? കിഴങ്ങ് വർഗ്ഗങ്ങളിലാണ് അന്നജ രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുക ഗ്ലൂക്കോസിനെ. ദെൻ പ്രോട്ടീൻ രൂപത്തിൽ പയർവർഗ്ഗങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ദെൻ കൊഴുപ്പിന്റെ രൂപത്തിലാണ് എണ്ണക്കുരുക്കളിൽ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. ദെൻ ഫ്രക്ടോസ് ആയിട്ട് എവിടെയാണ്? പഴവർഗ്ഗങ്ങളിൽ സൂക്രോസിനെ ഫ്രക്ടോസ് ആക്കി മാറ്റിയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. സോ സൂക്രോസിനെ അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യുന്ന എക്സാമ്പിൾ ഏതാണ്? കരിമ്പാണ്. രാസസംശ്ലേഷണം. ഭൂമിയിലെ എല്ലാ ഉൽപാദകരും സൂര്യപ്രകാശത്തെ ആശ്രയിക്കുന്നവരല്ല. അപ്പൊ ഇതൊരു നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ്. നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ സാധിക്കില്ല. കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയ ഇതിന് ഉദാഹരണമാണ്.
രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ചാണ് ഇവ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ കരയിലും കടലിലും ഒക്കെ കാണപ്പെടുന്ന സൾഫർ ബാക്ടീരിയ എന്നൊരു ഉദാഹരണമാണ്. കീമോസിന്തസിസ് അഥവാ രാസസംയുക്തങ്ങളെ രാസസംശ്ലേഷണം നടത്തുന്ന ജീവിക്ക് ഉദാഹരണമാണ്. സോ പ്രകാശം ഉപയോഗിക്കുമ്പോൾ പ്രകാശ സംശ്ലേഷണമാവുകയാണെങ്കിൽ പ്രകാശം ഉപയോഗിക്കാതെയാണ് ഇവ ആഹാരം നിർമ്മിക്കുന്നത്. സോ രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ചാണ് ഇവ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പ്രക്രിയയാണ് രാസസംശ്ലേഷണം. സോ കീമോസിന്തസിസ് ചെയ്യുന്ന ജീവിക്ക് ഉദാഹരണം എന്താണ്? സൾഫർ ബാക്ടീരിയ. അപ്പൊ സമുദ്രത്തിലെ ഒരു ആവാസ വ്യവസ്ഥയെ കുറിച്ചാണ് ഒരു പിക്ചർ നമുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. സൺലൈറ്റ് എല്ലാ ജീവികൾക്കും കോമൺ ആയിട്ട് വേണ്ടതാണ്. അതുപോലെ തന്നെ ജലത്തിൽ കാണുന്ന ഈ ഒരു ജീവികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് പോയിന്റ്സുകളുടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആൽഗകളും സസ്യപ്ലവകങ്ങളും. വൈവിധ്യമാർന്നതാണ് ആൽഗകളുടെ ലോകം. അവയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വർണ്ണകത്തിന്റെ തോതനുസരിച്ച് പച്ച, ചുവപ്പ്, തവിട്ട് നിറങ്ങളിലുള്ള ആൽഗകളുണ്ട്. അപ്പൊ എന്താണ് അവയിലുള്ള വർണ്ണകത്തിന്റെ ആ ഒരു അളവ് മാറുന്ന അനുസരിച്ചാണ് ഇവയ്ക്ക് കളർ മാറുന്നത്. വലിപ്പത്തിലുമുണ്ട് വൈവിധ്യം. സൂക്ഷ്മമായവ മുതൽ അനേകം മീറ്ററുകൾ നീളമുള്ളവ വരെ ഉണ്ട് ആൽഗകൾ. വലിയ ഇനത്തിൽപ്പെട്ട തവിട്ട് നിറമുള്ള ആൽഗയാണ് സർഗാസം. സമുദ്രജലത്തിന് മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മ ജീവികളാണ് സസ്യപ്ലവങ്ങൾ. സോ ആൽഗകളും സസ്യപ്ലവങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കുക. ഡെസ്മിഡുകളും ഗോൾഡൻ ആൽഗകളും സയാനോ ബാക്ടീരിയകളും സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണമാണ്. സോ എന്താണ് സസ്യപ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ? സമുദ്രജലത്തിന് മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളാണ് സസ്യപ്ലവകങ്ങൾ. കണ്ടൽ വനങ്ങൾ സുനാമിയെ ഒരു പരിധി വരെ തടയുന്നു. മുളങ്കാടുകൾ, ആറ്റുദർഭ, രാമച്ചം, ഇഞ്ചിപ്പുല്ല് എന്നിവ വെള്ളപ്പൊക്കത്തിൽ നദീതീരം ഇടിഞ്ഞു താഴാതെ സംരക്ഷിക്കുന്നു. മലകളിലെയും ചെങ്കൽ കുന്നുകളിലെയും മരങ്ങളും കുറ്റിക്കാടുകളും മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും തടയുന്നു. സോ കുറച്ച് സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, മുളങ്കാടുകളും ആറ്റുദർഭ, രാമച്ചം, ഇഞ്ചിപ്പുല്ല് ഇവയൊക്കെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നവയാണ്? വെള്ളപ്പൊക്കത്തിൽ നദിയുടെ തീരം ഇടിഞ്ഞു താഴാതെ സംരക്ഷിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സസ്യങ്ങളാണ്. അതുപോലെ നമുക്കറിയാം കണ്ടൽ വനങ്ങളും സുനാമിയെ വരെ തടയാൻ സാധിക്കുന്ന സസ്യങ്ങളാണ് ഇത് കണ്ടൽ വനങ്ങൾ എന്ന് പറയുന്നത്. സോ ചാപ്റ്റർ 2 ആഹാരം അന്നപഥത്തിൽ, ദഹനവുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. സോ ആദ്യം തന്നെ എന്താണ് ഡൈജഷൻ അഥവാ ദഹനം എന്നുള്ളൊരു ഡെഫിനിഷൻ നോക്കാം. സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളായി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം. സോ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ നമ്മുടെ ബോഡിക്ക് അബ്സോർവ് ചെയ്യാവുന്ന രീതിയിലേക്കുള്ള ഏറ്റവും സിമ്പിൾ ഫോമിലേക്ക് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ദഹനം അഥവാ ഡൈജഷൻ. സോ നമ്മൾ ഓൾറെഡി മറ്റ് ചെറിയ ക്ലാസ്സുകളിൽ നമ്മുടെ ഓരോ പല്ലുകളും എത്ര എണ്ണം ഉണ്ടെന്നും അവയുടെ ഓരോന്നിൻ്റെ ഫങ്ഷൻസും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്കറിയാം ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം ഇവയാണ് നമുക്കുള്ള പ്രധാനപ്പെട്ട പല്ലുകൾ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് നമ്മുടെ ടൂത്ത് എന്ന് പറയുന്നത്. ഈ 4 ടൈപ്പാണ് ഉള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ് മുൻപ്. ഇനി ഒരു പല്ലിൻ്റെ ഇന്റേണൽ സ്ട്രക്ചർ എടുത്ത് നമുക്ക് നോക്കാം. ഏറ്റവും പുറമെയായിട്ട് ഇനാമൽ ഉണ്ട്. ഇനാമലിന് വെള്ള നിറമാണ്, കടുപ്പമേറിയ ഭാഗമാണ്, നിർജീവമാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ നിർജീവമായ അല്ലെങ്കിൽ ജീവനില്ലാത്ത ഭാഗമാണ് ഇനാമൽ. ദെൻ ഡെൻഡൈൻ എന്ന് പറയുന്നത് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലകളാണ് ഡെൻഡൈൻ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പൾപ്പ് ക്യാവിറ്റിയിൽ കാണുന്ന മൃദുവായ യോജക കല, അതാണ് പൾപ്പ്. രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാഡിതന്തുക്കളും കാണപ്പെടുന്ന എവിടെയാണ്? ഈ പൾപ്പിനുള്ളിലാണ്. അപ്പൊ ഇതെല്ലാം പൾപ്പിൽ കാണപ്പെടുന്നുണ്ട്. സിമന്റം, മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമന്റം. സിമന്റ് ഇട്ട് നമ്മൾ ഉറപ്പിച്ചു വെക്കാനല്ലേ ഉപയോഗിക്കുക. സെയിം ഒരു ഫംഗ്ഷനാണ് സിമന്റം. മോണയിലെ ആ ഒരു കുഴിയിൽ പല്ലിനെ ഫിക്സ് ചെയ്ത് ഒരു സിമന്റ് ഇട്ട പോലെ ഫിക്സ് ചെയ്ത് ഉറപ്പിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന യോജക കലയാണ് സിമന്റം. ഇന്ന് നമ്മൾ ദഹന പ്രക്രിയയിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കുകയാണ്. സ്റ്റാർട്ടിങ് നമ്മുടെ ദഹനത്തിന്റെ ഒരു ചെറിയൊരു സ്റ്റെപ്പ് തുടങ്ങുന്ന എവിടെ നിന്ന് തന്നെയാണ്? നമ്മുടെ വായിൽ നിന്ന് തന്നെയാണ്. ഉമിനീരും ദഹനവും. നമുക്കുള്ളത് 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ്.
ഉമിനീർ ഗ്രന്ഥികളിൽ നിന്ന് സ്രവിക്കുന്ന ഉമിനീരിൽ സലൈവറി അമിലേസ്, ലൈസോസൈം എന്നീ രാസാഗ്നികളും ശ്ലേഷ്മവും അടങ്ങിയിരിക്കുന്നു. നമ്മുടെ ഉമിനീരിലെ പ്രധാനപ്പെട്ട ആ ഒരു കോൺസ്റ്റുവൻസ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തൊക്കെയാണ്? സലൈവറി അമിലേസ്, ലൈസോസൈം, ശ്ലേഷ്മം. ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിന് വഴുവഴുപ്പുള്ളതാക്കുന്നതാണ് ശ്ലേഷ്മത്തിന്റെ ഒരു പങ്ക്. അപ്പൊ എന്തിനാണ് ശ്ലേഷ്മം സഹായിക്കുക? ഫുഡിനെ വിഴുങ്ങാനായിട്ട് ആ ഒരു വഴുവഴുപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ശ്ലേഷ്മം. ദെൻ ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുന്നതിന് ലൈസോസൈം സഹായിക്കുന്നു. രോഗാണുക്കളെ നശിപ്പിക്കാനാണ് ലൈസോസൈം സഹായിക്കുന്നത്. സലൈവറി ആമിലേസ് അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നു. സോ അന്നജത്തെ പൂർണ്ണമായിട്ടല്ല, ഭാഗികമായിട്ട് മാൾട്ടോസ് ആക്കുക എന്നുള്ളതാണ് സലൈവറി അമൈലേസിന്റെ ധർമ്മം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് വായിൽ നിന്ന് അന്നനാളത്തിലേക്ക് പോകുന്നു. ഇവിടെ നടക്കുന്ന പ്രോസസ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഭാഗികമായി ദഹിച്ച ആഹാരം ഗ്രസനിലൂടെ അന്നനാളത്തിൽ പ്രവേശിക്കുന്നു. ഈ ഒരു പിക്ചർ നോക്കാം. നാക്ക് ഭക്ഷണത്തെ ആ ഒരു അമർത്തി ഉരുളകളാക്കുന്നു. അവിടുന്ന് ചെറുനാക്ക് ഗ്രസനിലേക്ക് തുറക്കുന്ന നാസഗഹ്വരത്തിന്റെ ഈ ഭാഗം അടയ്ക്കുന്നു. അപ്പം നാസാഗഹ്വരം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൂക്കിന്റെ ഒരു ഓപ്പണിംഗ് ആണ്. അപ്പൊ അവിടെ അടച്ചു പിടിക്കുന്ന ഭാഗം ചെറുനാക്കാണ്. ദെൻ നാക്കിന്റെ പിൻഭാഗം ഭക്ഷണത്തെ ക്ലോമപിതാനത്തിലേക്ക് മുകളിലൂടെ അന്നനാളത്തിലൂടെ കടത്തിവിടുന്നു. എന്താണ് ക്ലോമപിതാനം? ഇത് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് ഈ ഭാഗം കൊണ്ട് അടയ്ക്കപ്പെടുന്നു. ഈ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്ലോമപിതാനം കൊണ്ടാണ് ശ്വാസനാളം. നമുക്കറിയാം നമ്മുടെ ശ്വാസം വരുന്നതും അല്ലെങ്കിൽ ഒരു കോമൺ ഓപ്പണിങ്ങിലേക്കാണ് നമ്മുടെ ശ്വാസവും ഫുഡും വരുന്നത്. നമുക്കറിയാം ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിലൊരു സയൻസ് ഇത് തന്നെയാണ്. ഈ ഒരു കോമൺ ഓപ്പണിംഗ് ആണ്. ഒരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം നമ്മുടെ ഫുഡ് ശ്വാസകോശത്തിലേക്ക് തുറക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ അടച്ചു പിടിക്കുന്നത്, ശ്വാസനാളത്തിലേക്ക് പോവാതെ അടച്ചു പിടിക്കുന്നത് ഏത് ഭാഗമാണെന്ന് ചോദിച്ചാൽ ക്ലോമപിതാനമാണ്. മുമ്പ് പഠിച്ച കാര്യം തന്നെയാണ് പെരിസ്റ്റാൾസിസ്. ഭക്ഷണം ആമാശയത്തിലെത്തുന്നത് അന്നനാളത്തിന്റെ ഒരു തരംഗ രൂപത്തിലുള്ള ചലനം. കാരണം ഭക്ഷണം ഉരുളകളായിട്ട് പോകുമ്പോഴേക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വേവിലേക്ക് മൂവ്മെന്റിലായിരിക്കും എപ്പോഴും അന്നനാളത്തിലൂടെ ഭക്ഷണം പോകുന്നത്. ഈ ഒരു വേവിലേക്ക് മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു തരംഗ രൂപത്തിലുള്ള ഈ ഒരു ചലനത്തിനെ വിളിക്കുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. സോ നെക്സ്റ്റ്, ആഹാരം ആമാശയത്തിലെത്തിക്കഴിഞ്ഞു. വായ്ക്കുള്ളിൽ വെച്ച് അല്പം മാത്രം ദഹിച്ച ആഹാര പദാർത്ഥങ്ങൾ ആമാശയത്തിലെത്തി കൂടുതലായി ദഹിക്കപ്പെടുന്നു. സോ ആമാശയത്തിൽ നടക്കുന്ന ദഹനം നമുക്ക് നോക്കാം. ആമാശയത്തിലെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. അപ്പൊ ആമാശയത്തിലും എന്ത് നടക്കുന്നുണ്ട്? പെരിസ്റ്റാൾസിസ്. ഇപ്പൊ ഒരു വേവിലേക്ക് ഒരു മൂവ്മെന്റ് നടക്കുന്നതുകൊണ്ടാണ് ആഹാരം കൂടുതലായിട്ട് കുഴമ്പ് രൂപത്തിലേക്ക് ആകുന്നത്. ആമാശയത്തിന്റെ അവസാന ഭാഗത്തിൽ പ്രത്യേകതരം വലയ പേശികൾ ആഹാരം ആമാശയത്തിൽ വേണ്ടത്ര സമയം നിലനിർത്തുന്നു. ആമാശയ ഭിത്തിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥികൾ സ്രവിക്കുന്ന ആമാശയരസത്തിലെ ഘടകങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഉമിനീരിൽ പറഞ്ഞ പോലെ ആമാശയം ഉണ്ടാക്കുന്ന ആമാശയരസത്തിലും ഒരുപാട് ഘടകങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 4 ഘടകങ്ങളാണ്: പെപ്സിൻ എൻസൈം, ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈം, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ദെൻ ശ്ലേഷ്മം. സോ എന്താണ് പെപ്സിന്റെ ഡ്യൂട്ടി? പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോൺ ആക്കുന്നത് പെപ്സിൻ ആണ്. ദെൻ ഗ്യാസ്ട്രിക് ലിപ്പേസ് കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുന്നു. സോ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, രോഗാണുക്കളെ നശിപ്പിക്കാനും ദെൻ അവിടെ ഒരു pH മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു. ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് പോലുള്ള ദഹനരസങ്ങൾ വരുമ്പോഴേക്കും നമ്മുടെ ആമാശയ ഭിത്തിക്ക് ഇതിനൊരു ഹാർഷ് ആയിട്ടുള്ള എഫക്റ്റ് ഏൽക്കാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ശ്ലേഷ്മമാണ്. ഈ ഒരു സെയിം കണ്ടന്റ് തന്നെ എവിടെ ഉണ്ട്? ഉമിനീരിലുണ്ട്. പക്ഷെ അവിടെ അതിന്റെ ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്. അപ്പൊ ഉമിനീരിലെ ശ്ലേഷ്മത്തിന്റെ ഫംഗ്ഷൻ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? അത് ഭക്ഷണത്തെ കുഴമ്പ് രൂപത്തിലാക്കി വിഴുങ്ങാൻ സഹായിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ എന്താണ്? ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുക എന്നുള്ള ധർമ്മമാണ് ശ്ലേഷ്മത്തിലുള്ളത്. ശരീരത്തിലെ ആസിഡ് ഫാക്ടറി. ആമാശയ ഭിത്തിയിലെ ഓക്സിൻറ്റിക് കോശങ്ങളാണ് ആമാശയരസത്തിലെ പ്രധാന ഘടകങ്ങളായ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത്. സോ ആമാശയ ഭിത്തിയിൽ കാണപ്പെടുന്ന പ്രത്യേകതരം ഓക്സിൻറ്റിക് കോശങ്ങളാണ് ഈ ആസിഡ് നിർമ്മിക്കുന്നത്. അതിന്റെ pH മൂല്യം 1 മുതൽ 3 വരെയാണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഇതിന്റെ ഒരു ആസിഡിന്റെ pH മൂല്യം 1 മുതൽ 3 വരെയാണ്. ലോഹത്തെ വരെ ദ്രവിപ്പിക്കാൻ കഴിയുന്ന ഈ ആസിഡ് എന്തുകൊണ്ട് ആമാശയ ഭിത്തിയെ തകർക്കുന്നില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. അപ്പം 1 മുതൽ 3 വരെയുള്ള pH അതായത് 7 വരെയാണ് ആസിഡിന്റെ pH. ആസിഡിന്റെ pH വാല്യൂ കുറയുമ്പോഴാണ് അതിന്റെ സ്ട്രെങ്ത് കൂടി വരിക.
അതായത് 7 എന്ന് പറയുന്നത് എന്താണ്, പ്യുവർ വാട്ടർ ആണ്. അപ്പൊ 7 തൊട്ട് താഴത്തേക്ക് തോറും ആസിഡിന്റെ സ്ട്രെങ്ത് കൂടി വരിക ചെയ്യുക. അപ്പൊ 1 മുതൽ 3 വരെ എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണ്. എന്തുകൊണ്ട് ഈ സ്ട്രോങ് ആസിഡ് നമ്മുടെ ആമാശയഭിത്തിനെ ശരിക്കും ദ്രവിപ്പിക്കാനുള്ള കഴിവുള്ള ഒരു ആസിഡ് ആണ് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടുത്തെ ആവരണകലയിലെ സവിശേഷ കോശങ്ങൾ സ്രവിക്കുന്ന ശ്ലേഷ്മവും ബൈകാർബണേറ്റുമാണ് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നത്. സോ അതിനുള്ള റീസൺ ആണ് പറഞ്ഞിരിക്കുന്നത്. ശ്ലേഷ്മം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ശ്ലേഷ്മം ആമാശയത്തിന്റെ ഉൾഭാഗത്തെ ആവരണം ചെയ്ത് ആസിഡിനെ ചെറുക്കുന്നു. അതുപോലെ ക്ഷാരമായ ബൈകാർബണേറ്റ് ആസിഡിനെ നിർവീര്യമാക്കുന്നു. എന്നാൽ ചിലരിൽ ആസിഡിന്റെ ഉൽപാദനം ക്രമാതീതമാവും. അപ്പോൾ സംരക്ഷണ സംവിധാനം പരാജയപ്പെടും. സോ ഒരു ലിമിറ്റ് കൂടുതൽ ആസിഡ് വരികയാണെങ്കിൽ ഈ പറഞ്ഞ മെക്കാനിസം ഉണ്ടെങ്കിൽ പോലും അവർ ഫെയിൽ ആവും. ആസിഡിറ്റി ഒരു ആരോഗ്യ പ്രശ്നമാകും. അത് നീണ്ടു നിന്നാൽ ആമാശയ വ്രണം അഥവാ അൾസർ ആയിട്ട് മാറും. സോ ഇതാണ് ഇതിന്റെ റീസൺ. അപ്പൊ ഈ അസിഡിറ്റി നമുക്കറിയാം, അസിഡിറ്റി ഉണ്ടെങ്കിലും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരുപാട് സംവിധാനങ്ങളുണ്ട്. എന്നാൽ അസിഡിറ്റി ഒരു ലിമിറ്റിക്കുള്ളിൽ കൂടുകയാണെങ്കിൽ ഈ പ്രൊട്ടക്ഷൻ ഒന്നും കാര്യമില്ലാണ്ട് വരും. പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യാണ്ടാവും. അതിനെയാണ് നമ്മൾ അസിഡിറ്റി എന്നും അതും പിന്നീട് മുമ്പോട്ട് പോകുമ്പോഴാണ് അൾസർ ആയിട്ട് മാറുന്നത്. സോ ആമാശയം കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് എങ്ങോട്ടേക്കാണ് ഫുഡ് പോകുന്നത്? ചെറുകുടലിലേക്കാണ്. മനുഷ്യന്റെ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. ഉദരാശയത്തിൽ അനേകം മടക്കുകളായി ചുറ്റി വളഞ്ഞാണ് ചെറുകുടൽ കാണപ്പെടുന്നത്. തന്മൂലം ചെറുകുടലിലൂടെ ആഹാരം വളരെ സാവധാനം മാത്രമേ നീങ്ങൂ. ചുറ്റി വളഞ്ഞു പോകുമ്പോഴേക്കും തന്നെ ഫുഡിന് മൂവ് ചെയ്യാൻ ഒരു സ്മൂത്ത് ആയിട്ടൊരു പാതയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സാവകാശമാണ് പോകുന്നത്. പക്ഷെ ഈ ഭക്ഷണത്തിന്റെ ചെറുകുടലിലൂടെയുള്ള ഈ ഒരു സാവകാശമുള്ള ചലനം ഒരു ഉപകാരമാകുന്ന എപ്പോഴാണ്? ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും ചെറുകുടലിൽ വെച്ചാണ്. കുഴമ്പ് രൂപത്തിലായ ആഹാരം ആമാശയത്തിൽ നിന്ന് ചെറുകുടലിന്റെ ആദ്യ ഭാഗമായ പക്വാശയത്തിലേക്ക് കടക്കുന്നു. സോ ആമാശയത്തിൽ നിന്ന് ചെറുകുടലിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ആ ഒരു ചെറുകുടലിന്റെ ആദ്യ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് പക്വാശയം. അവിടേക്ക് കരൾ, ആഗ്നേയഗ്രന്ഥി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ഒരു പൊതുകുഴലിലൂടെ എത്തിച്ചേരുന്നു. അവയിലെ എൻസൈമുകൾ ഭാഗികമായി ദഹിച്ച ആഹാര ഘടകങ്ങളിൽ പ്രവർത്തിച്ച് ദഹന പ്രക്രിയയ്ക്ക് കുറച്ചും കൂടി ഒരു ആക്കം കൂട്ടുന്നു. സോ ഇവിടുന്ന് നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണ്? ആഹാരത്തിന് ദഹനം പൂർത്തിയാകുന്ന എവിടെയാണ്? ചെറുകുടലിലാണ്. അതുപോലെ ആഗിരണം ആരംഭിക്കുന്നത് ചെറുകുടലിലാണ്. നമ്മൾ പറഞ്ഞു കരളിൽ നിന്നും ആഗ്നേയഗ്രന്ഥിയിൽ നിന്നുള്ള രസങ്ങൾ വരുന്നു, ദഹന പ്രക്രിയയ്ക്ക് കുറച്ചുകൂടി ആക്കം കൂട്ടുന്നു എന്ന് പറഞ്ഞു. സോ ഇവയെ പറ്റി നോക്കാം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എൻസൈമുകളില്ല. കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നതിലൂടെ അവ ദഹനത്തെ സഹായിക്കുന്നു. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം പിത്താശയത്തിൽ സംഭരിക്കുന്നു. സോ എന്താണ് പിത്തരസം ചെയ്യുന്ന ഡ്യൂട്ടീസ് എന്ന് നോക്കാം. കൊഴുപ്പിനെ ചെറിയ കണികകളാക്കുന്നു. അതുപോലെ ഭക്ഷണത്തെ ക്ഷാരഗുണം, ഒരു ആൽക്കലൈൻ സ്വഭാവമുള്ളതാക്കി മാറ്റുന്നു. ആഗ്നേയഗ്രന്ഥി അഥവാ പാൻക്രിയാസ് ആഗ്നേയരസം ഉൽപ്പാദിപ്പിക്കുന്നു. പിത്തരസവും ആഗ്നേയരസവും ഒരു പൊതുകുഴലിലൂടെ പക്വാശയത്തിലേക്ക് എത്തുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു പിത്തരസത്തിൽ എന്തില്ല? എൻസൈമുകളില്ല. എന്നാൽ ആഗ്നേയരസത്തിൽ വിവിധ എൻസൈമുകൾ കാണപ്പെടുന്നുണ്ട്. അതെന്തൊക്കെയാണ്? പാൻക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, പാൻക്രിയാറ്റിക് ലിപ്പേസ്. ഇവ മൂന്നുമാണ്. അപ്പൊ ഇവ മൂന്നിൽ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പാൻക്രിയാറ്റിക് അമൈലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കുന്നു. ദെൻ പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കുന്നത് ട്രിപ്സിൻ ആണ്. അതുപോലെ കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നത് പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ്. ദെൻ ഇനി പക്വാശയത്തിൽ നിന്ന് ആഹാരം മുന്നോട്ട് പോകുമ്പോൾ ചെറുകുടലിലെ ഗ്രന്ഥികൾ സ്രവിക്കുന്ന ആന്ത്രരസവുമായി കലരുന്നു. അതിൽ വ്യത്യസ്ത എൻസൈമുകളുണ്ട്. അപ്പൊ ആന്ത്രരസം ചെറുകുടലിൽ നിന്ന് ഗ്രന്ഥികൾ സ്രവിക്കുന്ന രസമാണ് ആന്ത്രരസം. അവയിൽ ചിലത് മാൾട്ടോസിനെയും പാലധാനികമായ ലാക്ടോസിനെയും പഞ്ചസാരയെയും ദഹിപ്പിച്ച് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നീ ലഘുഘടകങ്ങളാക്കി മാറ്റുന്നു. മറ്റൊരു വിഭാഗം എൻസൈമുകൾ പെപ്റ്റൈഡുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. പക്വാശയത്തിൽ വെച്ച് തന്നെ കൊഴുപ്പിന്റെ ദഹനം ഏതാണ്ട് പൂർത്തീകരിക്കപ്പെട്ടു. അങ്ങനെ നമ്മൾ പറഞ്ഞു ചെറുകുടലിൽ വെച്ചാണ് ആഗിരണം ആരംഭിക്കുന്നത്. അപ്പൊ ഈ ആഗിരണത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ചെറുകുടലിലെ പാർട്ടിക്കിൾസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഭാഗമാണ് വില്ലസുകൾ എന്ന് പറയുന്നത്. സോ നോക്കാം, എന്താണ് വില്ലസ് എന്നുള്ള ഡെഫിനിഷൻ നോക്കാതെ തന്നെ ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ. ഇവ
ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിലുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. സോ ഇവയുള്ളതുകൊണ്ടാണ് ആ ഒരു സർഫസ് ഏരിയ കുറച്ചും കൂടി ഒരു ആഗിരണം ചെയ്യാനുള്ള സർഫസ് ഏരിയ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്, വില്ലസുകളാണ്. ഒറ്റനിര കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട വില്ലസുകളിൽ രക്തലോമികകളും ലിംഫ് ലോമികളായ ലാക്റ്റിലുകളും കാണപ്പെടുന്നു. അപ്പോൾ വില്ലസുകൾക്കുള്ളിൽ രക്തലോമികയും കാണപ്പെടുന്നുണ്ട്, ലിംഫ് ലോമികയായ ലാക്റ്റിലുകളും കാണപ്പെടുന്നുണ്ട്. സോ ഇവയെ കുറിച്ച് നമുക്ക് നോക്കാം. രക്തലോമികൾ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും അമിനോ ആസിഡും ഒക്കെ ആഗിരണം ചെയ്യപ്പെടുന്നത് ഇതുവഴിയാണ്. ദെൻ ലാക്റ്റിയലിന്റെ ഫംഗ്ഷൻ എന്താണ്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്റ്റിയലുകൾക്കുള്ളിലെ ലിംഫിലേക്ക് ആഗിരണം ചെയ്യുന്നു. സോ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലിംഫിലേക്കും, ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും അമിനോ ആസിഡും ബ്ലഡിലേക്കുമാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഈ വില്ലസുകൾ ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിലുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ഒറ്റനിര കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട വില്ലസുകളിൽ രക്തലോമികളും ലിംഫ് ലോമികളായ ലാക്റ്റിലുകളും കാണപ്പെടുന്നു. നമ്മൾ പറഞ്ഞു. ജലത്തിൽ ലയിക്കുന്ന ലഘുപോഷകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ഫാറ്റി ആസിഡും ഗ്ലിസറോളും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നില്ല, പകരം എങ്ങോട്ടേക്കാണ്? ഇവ രണ്ടും ജലത്തിൽ ലയിക്കുന്നവയല്ല, ഫാറ്റി ആസിഡും ഗ്ലിസറോളും. അതുകൊണ്ട് തന്നെ ഇവ ലിംഫിലേക്കാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്. പോഷകാടങ്ങളുടെയും ഏകദേശം 90% ജലത്തിന്റെയും ആഗിരണം നടക്കുന്നത് ഈ പറഞ്ഞ വില്ലസുകളിലൂടെയാണ്. ഈ പോഷകാടങ്ങളുടെ ആഗിരണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഒരു ആഗിരണം നടക്കുന്നതിന് പിന്നിലൊരു മെക്കാനിസം ഉണ്ട്, നമുക്കത് നോക്കാം. ഗാഠതക്രമത്തിനനുസരിച്ചും ഗാഠതക്രമത്തിനെതിരെയും ചെറുകുടലിൽ നിന്ന് ലഘുഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നു. തന്മാത്രകളുടെ ഗാഠത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഠത കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുക്കാണ് സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഓസ്മോസിസും. ഗാഠതാക്രമത്തിന് അനുകൂലമായതിനാൽ ഇവയ്ക്ക് പ്രത്യേകിച്ച് ഊർജ്ജം ആവശ്യമില്ല. അപ്പൊ എപ്പോഴും ഓട്ടോമാറ്റിക്കലി പോകുന്ന എങ്ങോട്ടായിരിക്കും? ഗാഠത കൂടിയവിടെ നിന്നും കുറഞ്ഞവിടെയൊക്കെ ആയിരിക്കും. സോ ഇവിടെ പ്രത്യേകിച്ചൊരു എനർജി കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഇതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്. ആദ്യം എന്താണ് സിമ്പിൾ ഡിഫ്യൂഷൻ നോക്കാം. ലാക്റ്റിയലിലേക്കുള്ള ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും ആഗിരണം നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ്. അർദ്ധധാര്യ സ്ഥലം ഇല്ലാതെയും ഡിഫ്യൂഷൻ നടക്കാം. ഗന്ധം വ്യാപിക്കുന്നതും മഷി വെള്ളത്തിൽ പടരുന്നതൊക്കെ ഡിഫ്യൂഷൻ തന്നെയാണ്. അപ്പൊ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഗാഠത കൂടുതലുള്ളിടത്തു നിന്ന് കുറവുള്ളിടത്തേക്ക് മൂവ് ചെയ്യുന്നു. ദെൻ ഫൈനലി ഗാഠത തുല്യമാവുന്നതുവരെ ആ ഒരു മിക്സിങ് തുടരുന്നു. ഇതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. ദെൻ ചില തന്മാത്രകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശസ്ഥലത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്താലാണ്. ഇതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പം ഒരു പ്രോട്ടീൻ തന്മാത്രയോട് ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ മാത്രം നടക്കുന്നതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ചില അമിനോ ആസിഡുകളൊക്കെ രക്തലോമികളിലേക്ക് ആഗിരണം ചെയ്യുന്നത് ഏതിന് ഉദാഹരണമാണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഉദാഹരണമാണ്. ഓസ്മോസിസിലൂടെയാണ് ജലം ആഗിരണം ചെയ്യപ്പെടുന്നത്. ഗാഠത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധധാര്യ സ്ഥലത്തിലൂടെയുള്ള ജലതന്മാത്രകളുടെ പ്രവാഹമാണ് ഓസ്മോസിസ്. ഇത് ഗാഠതാ ക്രമത്തിന് അനുകൂലമാണെങ്കിലും ജലതന്മാത്രകൾക്ക് മാത്രം ബാധകമാണ്. ഓക്കെ, അപ്പം ഓസ്മോസിസ് എന്താണ്? ജലം ആഗിരണം ചെയ്യുന്നത് മാത്രമാണ് ഓസ്മോസിസിൽ കൂടെ നടക്കുക. അപ്പൊ ഗാഠത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് എങ്കിൽ പോലും ഇവിടെ ജലത്തിന് മാത്രമുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്താണ്? ജലതന്മാത്രകളുടെ കേസിൽ മാത്രമാണ് ഓസ്മോസിസ് നടക്കുക. ദെൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ചില സന്ദർഭങ്ങളിൽ ഗാഠതാക്രമത്തിന് വിപരീതമായും ആഗിരണം നടക്കാറുണ്ട്. അതായത് ഗാഠത കുറഞ്ഞിടത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നാണ് ഇതിനെ അറിയപ്പെടുക. അപ്പൊ എന്താണ് അവിടെ ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു എനർജിയുടെ ആവശ്യമുണ്ട്. ചെറുകുടലിൽ ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവയുടെ ഗാഠത കുറയുമ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ് ആഗിരണം നടക്കുന്നത്. അപ്പൊ തിരിച്ചപ്പം നമ്മുടെ ബോഡിയിൽ നിന്ന് തിരിച്ച് ചെറുകുടലിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന അങ്ങനെ നടക്കാൻ പാടില്ലല്ലോ. അപ്പം ചില കേസുകളിൽ ചെറുകുടലിൽ ഈ പ്രോട്ടീൻ്റെ ഒക്കെ അഭാവം ഉണ്ടാകുമ്പോൾ അവിടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടത്തി വേണം ആഗിരണം ചെയ്യാനായിട്ട്. തന്മൂലം കോശത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് അല്പം പോലും നഷ്ടപ്പെടാതെ പരമാവധി ഗ്ലൂക്കോസും ലവണങ്ങളും രക്തത്തിലേക്ക് കടക്കുന്നു. അപ്പൊ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണ്? ഗാഠതാക്രമത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഡിഫ്യൂഷനാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇനി അപ്പൊ നമ്മൾ ചെറുകുടലിൽ പറഞ്ഞു. നെക്സ്റ്റ് വൻകുടലിലേക്കാണ് നമ്മുടെ ഭക്ഷണം എത്തുന്നത്. പോഷകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള ദഹനാവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു.
ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ശേഷം അവശേഷിക്കുന്ന ഭൂരിഭാഗം ലവണങ്ങളും ജലവും വൻകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടും. അപ്പൊ അവിടുന്ന് മിച്ചം ആഗിരണം ചെയ്യാൻ ബാക്കിയുള്ള, നമ്മൾ പറഞ്ഞ 90% ജലവും സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ട് ആഗിരണം ചെയ്യപ്പെടുന്നത്. മിച്ചമുള്ള ഒരു 10% കാണുമല്ലോ, ആ മിച്ചമുള്ള ജലവും ലവണങ്ങളും ഇവിടെ വെച്ചാണ് വൻകുടലിൽ വെച്ചാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്. മനുഷ്യന്റെ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ വിറ്റാമിൻ കെ പോലുള്ള പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യന്റെ വൻകുടലുള്ള ബാക്ടീരിയകൾ വിറ്റാമിൻ കെ പോലുള്ളവ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവയുടെ ആഗിരണവും വൻകുടലിൽ വെച്ച് നടക്കുന്നു. തുടർന്ന് മലാശയത്തിൽ ശേഖരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. അപ്പം ഏകദേശം ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ സമയം ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ ദഹനം എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടൊരു ചോദ്യത്തിലേക്ക് പോവാം. ആഹാരം സ്വയം നിർമ്മിച്ച് ഉപയോഗിക്കുന്ന സസ്യങ്ങൾക്ക് ദഹനാവസ്ഥ ഇല്ല എങ്കിൽ പിന്നെ അവയിൽ നിന്ന് ആഹാരം സ്വീകരിക്കുന്ന നമുക്ക് എന്തിനാണ് ദഹനാവസ്ഥ? അപ്പം സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ അവയ്ക്കില്ലാത്ത ദഹനാവസ്ഥ എന്തിനു നമുക്ക് വേണം? നമുക്കറിയാം സസ്യങ്ങളിൽ ഉണ്ടാക്കുന്നത് ഗ്ലൂക്കോസിന്റെ രൂപത്തിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് എന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മോളിക്യൂളാണ്. അതിനെ നമുക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. എന്നാൽ നമ്മൾ ഇപ്പൊ ജന്തുക്കളും അതുപോലെ മനുഷ്യർ ഉൾപ്പെടുന്ന ജന്തുക്കൾ ഭക്ഷണം കഴിക്കുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ട് രൂപത്തിലായിരിക്കും. ഈ ഭക്ഷണത്തിനെ നമുക്ക് ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ മോളിക്യൂൾസ് ആക്കി മാറ്റേണ്ടത് ആവശ്യമാണ്. ഇതിനു വേണ്ടിയാണ് നമുക്ക് ദഹന പ്രക്രിയ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബയോളജിയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെട്ട 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു. കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഓൾ.